ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പാർട്ടി വ്ളോഗായിട്ടാണ്. ഇതിൽ പെട്ടെന്ന് രാവിലെ ഒരുക്കിയ ഒരു ഫുഡ് ഐറ്റംസ് എല്ലാം ഒന്ന് വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടോക്കാം. വീഡിയോയിലേക്ക് പോകുമ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. അപ്പോൾ അന്നത്തെ ദിവസം പെട്ടെന്നാണ് നിൽക്കുക വിളിച്ചിട്ട് പറഞ്ഞത്. രാവിലെ തന്നെ നിൽക്കുക വിളിച്ചിട്ട് പറഞ്ഞു ബ്രേക്ക്ഫാസ്റ്റിന് ഒരു 10-11 മണിയാകുമ്പോഴേക്ക് എൻ്റെ 2 ഫ്രണ്ട്സ് വരും, അവർക്ക് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമോ, അവർ ദൂരത്തുനിന്ന് വരുന്നതാണല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു എന്താ ഉണ്ടാക്കുക, പെട്ടെന്ന് പറയുമ്പോൾ നമുക്ക് ടെൻഷൻ ആയിരിക്കില്ലേ എന്താ ഉണ്ടാക്കുക എന്നുള്ളത്. അതൊക്കെ വേഗം ചിക്കനെല്ലാം വാങ്ങിക്കൊണ്ടാന്ന് ഞാൻ വിചാരിച്ചു. നമ്മുടെ നാടൻ കണ്ണൂരുകളിൽ 90കളിൽ ഉണ്ടാവുന്ന പഴയ എൻ്റെ ഉപ്പാക്കെല്ലാം എൻ്റെ മുത്തമ്മയെല്ലാം ഉണ്ടാക്കി കൊടുത്ത ആ ഒരു ടൈപ്പ് ബ്രേക്ക്ഫാസ്റ്റ് കണ്ണൂർ പുതിയാപ്ല സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ടാക്കാമെന്ന്. അതാകുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുമല്ലോ. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് എന്ന് പറയുമ്പം കുറച്ച് പ്രായമുള്ള ആൾക്കാരാണ്, എൻ്റെ ഉപ്പാൻ്റെ ഏജ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു അവർക്ക് ഇഷ്ടമാണോന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ നാടൻ ഐറ്റംസ് ഉണ്ടാക്കണമെന്ന്. അതുകൊണ്ട് ഞാൻ ചിക്കനെല്ലാം കഴുകി എടുത്തിട്ടുണ്ട്. ഒരു ഉള്ളിയിൽ ആദ്യം പാത്രത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക, എന്നിട്ട് ഒരു ഉള്ളി ചെറുതായിട്ട് കട്ടാക്കിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഉള്ളി വഴറ്റാനിട്ട് കൊടുക്കുക. ഉള്ളി ഒന്ന് വഴന്നു വന്നാലേ ഇതിലേക്ക് 2 ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചിയും 1 ബൾബ് വെളുത്തുള്ളിയും 5 പച്ചമുളക്, എരിവിന് ആവശ്യത്തിന് പച്ചമുളക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പം 5 പച്ചമുളകും കൂടി ചതച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ സ്മെല്ല് മാറിക്കഴിഞ്ഞാലേ ഇതിലേക്ക് 3-4 തക്കാളി ചേർത്ത് കൊടുക്കുക. 4-5 ആയാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് തേങ്ങക്കറിയാണ്, ചിക്കൻ തേങ്ങക്കറി. തേങ്ങ വറുത്തരച്ചിട്ടൊന്നല്ല കേട്ടോ ഞാൻ ഉണ്ടാക്കൽ. പണ്ടെല്ലാം എല്ലാവരും അങ്ങനെ തന്നെയാണ് ഉണ്ടാക്കൽ. പക്ഷേ വറുത്തരക്കാണ്ട് തന്നെ അതിലും ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറി റെഡിയാക്കി എടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റിയാണ്. ഇങ്ങനെ ഉണ്ടാക്കാത്തവർ ഉണ്ടാക്കി നോക്കണം കേട്ടോ. എല്ലാവരും ചിക്കൻ കറി വറുത്തരച്ചിട്ടും തേങ്ങക്കറിയെല്ലാം ഉണ്ടാക്കും. പക്ഷേ എല്ലാവരും ഒരുപോലത്തെ ടേസ്റ്റ് ആയിരിക്കില്ല. ചിലരിത് മാത്രം ഭയങ്കര ടേസ്റ്റ് എന്നല്ല നമ്മൾ പറയലില്ലേ, അതുപോലത്തെ ഒരു കറിയാണിത്. ഞാനീ പറയുന്ന കറക്റ്റ് അളവ് ഫോളോ ചെയ്യാം കേട്ടോ. ഉള്ളിയും തക്കാളിയെല്ലാം നല്ലോണം പേസ്റ്റ് പോലെ കുക്കാണം. എന്നിട്ട് ഇതിലേക്ക് 1 ടീസ്പൂണ് ഗരം മസാല പൗഡർ, 1 ടീസ്പൂൺ തന്നെ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഞാൻ മുളക് മല്ലി മിക്സാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പം 2 ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിലെ മുളക് വേറെ മല്ലിപ്പൊടി വേറെ ആണെങ്കിൽ 1 ടേബിൾ സ്പൂണും മുളക് പൊടിയും 1 ടേബിൾ സ്പൂണ് അല്ലാന്നുണ്ടെങ്കിൽ 1.5 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ സ്മെല്ല് മാറുന്നത് വരെ വഴറ്റുക. ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് കഴുകി ക്ലീൻ ആക്കി വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കുക. ഇതൊരു ചിക്കൻ ഉണ്ടാവും. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. ഇതിലേക്കില്ലേ ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെക്കുക. വെള്ളമൊന്നും ചേർത്ത് കൊടുക്കാൻ പാടില്ല. മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടത് തേങ്ങയാണ്. ഞാനിപ്പം വറക്കുന്നില്ല. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ തേങ്ങ എടുക്കുക, ചിരകിയിട്ട് ചിരകിയ തേങ്ങ എടുക്കുക. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ തന്നെ വലിയ ജീരകം ഉണ്ടാവില്ലേ, ഫെനൽ സീഡ്, അതും കൂടി ചേർത്ത് കൊടുക്കുക, പെരുംജീരകം. എന്നിട്ട് ഇതിലേക്ക് വെള്ളവും കൂടി ചേർത്തിട്ട് അരച്ചെടുക്കുക. അരച്ചെടുക്കൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പച്ചരിയിൽ അരച്ചെടുക്കൂലേ ദോശയ്ക്ക് വേണ്ടിക്കുക, അതുപോലെ നല്ല തരിതരിപ്പൊന്നും ഇല്ലാണ്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. നമ്മളിത് അരിക്കൂല കേട്ടോ. അതുകൊണ്ടാണ് ഫ്രിഡ്ജിലെല്ലാം വെച്ച തേങ്ങയാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളത്തിൽ അരച്ചെടുക്കുക കേട്ടോ. ചിക്കൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട്, തേങ്ങയും അരക്കാൻ വെച്ചിട്ടുണ്ട്. ആ ഒരു ടൈമിൽ ഞാൻ പത്തിലാണ് ചുട്ടെടുക്കുന്നത്. നമ്മൾ കണ്ണൂർ സ്റ്റൈൽ പച്ചവെള്ളത്തിലൊക്കെ വെച്ചെടുക്കുന്ന പത്തിലല്ലേ, അതാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഞാനിപ്പോൾ പത്തിരിപ്പൊടി എടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് പച്ചവെള്ളം ഒഴിച്ചിട്ട് നമ്മൾ സാധാ പത്തിലൊക്കെ വെച്ചെടുക്കൂലേ, അതുപോലൊക്കെ വെച്ചെടുക്കലാണ്. പണ്ടലിലെ എൻ്റെ ഉപ്പെല്ലാം പുതിയ അപ്ലൈറ്റ് ഉണ്ടാകുന്ന ടൈമിൽ മുത്തമ്മെല്ലാം ഉണ്ടാക്കുന്ന ഒരു സെറ്റ് ഐറ്റംസാണ് ഞാനിപ്പം നിങ്ങൾക്ക് ഷെയർ ആക്കാൻ പോകുന്നത്.
ഇതാകുമ്പില്ലേ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാവും. എത്ര കാലം കഴിഞ്ഞാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഐറ്റംസാണ്. അതുപോലെ തന്നെ ചിലർ കറിയൊന്നും എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് ഇട്ടുകഴിഞ്ഞാലും ചില കറികളൊന്നും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം എങ്ങനെയാണ് ഏറ്റവും ടേസ്റ്റി ആയിട്ട് ചിക്കൻ കറിയെല്ലാം ഉണ്ടാക്കാമെന്ന് ഞാനിതിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. ഞാനിതാ എന്താ പറയുക, പത്തിലിന് കുഴച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ചിക്കൻ തന്നെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ചിക്കനെല്ലാം നല്ലോണം വെന്തിട്ടുണ്ട്. ഒന്ന് മിക്സ് ആക്കിയിട്ടില്ലേ ഇതിലേക്ക് അരച്ച് വെച്ച ഈ ഒരു അരപ്പില്ലേ തേങ്ങൻ്റെ ഇതിട്ട് എന്താ പറയുക ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇതുണ്ടില്ലേ നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാണ്ട് ചെയ്യുമ്പോൾ ആ ഒരു ചിക്കൻ്റെ ആ ഒരു ഗ്രേവി എന്താ പറയുക, ചിക്കൻ്റെ ആ ഒരു സ്റ്റോക്ക് ഉണ്ടാവില്ലേ, അതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങിയിട്ട് നല്ല ടേസ്റ്റി ആയിരിക്കും. എന്നിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ചധികം തന്നെ മല്ലിയിലയും കറിവേപ്പിലയും കൂടി കട്ടാക്കിയത് ഇട്ട് കൊടുക്കുക. ഇത്ര തിക്നെസ് വേണ്ടാന്നുണ്ടെങ്കിലേ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ലൂസാക്കി എടുക്കുക. നല്ലോണം തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് തീ ഓഫ് ചെയ്യുക. കറി റെഡിയായി കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ചിക്കൻ ഫ്രൈ റെഡിയാക്കലാണ്. അതിനായിട്ട് കുറച്ചധികം കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി. അപ്പം മുളക് പൊടി നിങ്ങൾക്ക് എത്രയാണോ വേണ്ട അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനില്ലേ ചിക്കനാലും മീനാലും ഫ്രൈ ആക്കുമ്പോൾ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കലില്ല. കാര്യം ടേസ്റ്റേ മാറിപ്പോവും. എന്താ പറയുക, നമ്മൾ റെസ്റ്റോറൻറ്റിലെല്ലാം കിട്ടുന്ന ഒരു സ്റ്റൈലിൽ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കുക കേട്ടോ. ഇതിലേക്കില്ലേ അരമുറി ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ചെറുനാരങ്ങ തന്നെ പിഴിഞ്ഞ് കൊടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ വിനെഗർ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ടില്ലേ ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഗരം മസാല പൗഡർ, കുരുമുളക് പൊടി എല്ലാം ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഞാനിപ്പം ചേർത്ത് കൊടുക്കുന്നത് കോൺഫ്ലോറാണ്. ഈ ഒരു ചിക്കനില്ലേ ഒന്ന് എല്ലാത്തിലും ഒന്ന് കൊട്ടാവുന്ന രീതിയിൽ കോൺഫ്ലോർ ഒന്ന് മിക്സ് ആവുന്ന രീതിയിൽ ചെയ്തെടുക്കുക. എല്ലാം കുഴച്ചെടുക്കുക. ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണ്ട, ഇപ്പം തന്നെ ഫ്രൈ ആക്കുക. അവസാനമായിട്ടില്ലേ ഞാനിതിലേക്ക് കുറച്ച് വെളുത്തുള്ളി തൊലിയോട് കൂടിയ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ കുറച്ചധികം ഓയിൽ ഇതുപോലെ ഫ്രൈ ആക്കി എടുക്കുക. നല്ല ടേസ്റ്റാണ്. ഒരു സിമ്പിൾ ചിക്കൻ ഫ്രൈ ആണ്, വേറെ ഒരു ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ ഒരുപാട് മസാലയും കാര്യങ്ങളും ചേർത്തിട്ട് ഉണ്ടാക്കുന്നതിലും ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ് കേട്ടോ ഇത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും എന്ത് ഫ്രൈ ആക്കുമ്പം ഒഴിവാക്കി കഴിഞ്ഞാൽ എക്സ്ട്രാ ടേസ്റ്റ് കൂടും കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഞാൻ പത്തില് ചുട്ടെടുക്കലാണ്. പത്തിലിൻ്റെ ഓട് ഇവിടുന്ന് വാങ്ങിയെന്ന് കുറേ ആൾക്കാർ ചോദിക്കലുണ്ട്. ഇത് എന്താ പറയുക പ്രസ്റ്റീജിൻ്റെ ആണ്, ആമസോണിൽ കിട്ടും കേട്ടോ. ഇതുണ്ടെങ്കിൽ കുറേ കാലം നമുക്ക് ദോശയായാലും പത്തിലായാലും എല്ലാം ചുട്ടെടുക്കാൻ പറ്റും. വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം, നിങ്ങൾ ചെക്ക് ചെയ്തോ. ഇനിയിപ്പോൾ ഇതാ ഈ ഒരു ഓട് നല്ലോണം ചൂടായാലും ഞാൻ കയ്യിൽ കുറച്ച് ഓയിലാക്കിയിട്ട് ഓരോരോ ബോൾസാക്കി പത്തിരിൻ്റെ മാവ് പരത്തിയെടുക്കലാണ്. പിന്നില്ലേ എനിക്കും എൻ്റെ വീട്ടിലെല്ലാവർക്കും ഈ ഒരു ടൈപ്പിൽ പത്തിൽ കഴിക്കാനാണ് ഇഷ്ടം. അതുപോലെ എൻ്റെ ഫാമിലി തന്നെ കുറച്ച് ആൾക്കാർക്ക് ഭയങ്കര നൈസായിട്ടുള്ള പത്തിരി ഉണ്ടാവില്ലേ, അത് കഴിക്കാനാണ് ഇഷ്ടം. അപ്പോൾ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അങ്ങനെ പരത്തിയെടുക്കലാണ്. അങ്ങനെ പിന്നെ ഇതാവുമ്പില്ലേ നമുക്ക് പത്തിൽ ഞാൻ പാൽ മുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇതാകുമ്പം നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിക്ക് പത്തിലിന് പാലെല്ലാം മുക്കിക്കഴിഞ്ഞാൽ. പണ്ടലില്ലേ എൻ്റെ ഉപ്പെല്ലാം പുതിയ പ്ലേറ്റ് ഉണ്ടാകുന്ന ടൈമിൽ 90കളിലെല്ലാം എന്താ പറയുക ഭയങ്കര സ്പെഷ്യലാണ് ഈ ഒരു പത്തിൽ പാൽ മുക്കിയതെല്ലാം. ഭയങ്കര ടേസ്റ്റി അല്ലേ, തേങ്ങ കറിയും പത്തിൽ പാൽ മുക്കിയതും ഇല്ലയെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും, ഞാൻ അങ്ങനത്തെ റെസിപ്പീസ് ചെയ്യാം. ഇതിപ്പം ഡെയിലി രാവിലെ ഓരോരോ വിഭവങ്ങളുണ്ടാവും, ഒരു സെറ്റ് ഓഫ് എന്താ പറയുക ഒരു സെറ്റ് ഐറ്റംസ്. നല്ല ഭംഗിയാണ് ടേബിൾ അറേഞ്ച് ചെയ്തതെല്ലാം കാണാൻ വേണ്ടിക്ക്. അതിൽ ഒരു ദിവസം ഉണ്ടാക്കുന്ന ഐറ്റംസ് ഞാൻ ഇന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇത് മാത്രമല്ല കേട്ടോ, ഒരുപാട് ഐറ്റംസ് ഉണ്ടാവും. അങ്ങനെ ഇപ്പം എല്ലാം കുറേ മാറിയില്ലേ, പല പല വിഭവങ്ങളായില്ലേ. പണ്ടാവുമ്പം ഇങ്ങനെ പത്തില് നെയ്പ്പത്തിരി അങ്ങനത്തെ ഐറ്റംസ് അല്ലേ കൂടുതലുണ്ടാക്കുക, മക്രോണി അങ്ങനെ. ഇപ്പം പാസ്ത അങ്ങനെ കുറേ ഐറ്റംസ് വന്നില്ലേ. ഞാനിപ്പോൾ ഇതാ പത്തിലെല്ലാം ചുട്ടെടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ചിക്കനും കൂടി മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ചിക്കനും കൂടി ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. കല്യാണ വീട്ടിലെല്ലാം കിട്ടുന്ന നല്ല റെഡ് കളർ ചിക്കൻ ഉണ്ടാവില്ലേ, അത് അവർ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഒന്നും ചേർക്കാത്തതുകൊണ്ടാണ് കേട്ടോ ആ ഒരു നല്ല അടിപൊളിയായിട്ട് കിട്ടുന്നത്. ആ ഒരു പ്രത്യേക ടേസ്റ്റിയല്ലേ കഴിക്കാൻ വേണ്ടിക്ക്. ഇനിയിപ്പോൾ ആ പത്തിൽ ചുട്ടെടുക്കുന്ന ടൈമിൽ എൻ്റെ ബാക്കിയുള്ള പണികളും കൂടി ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാനിത് 1 മണിക്കൂർ കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഐറ്റംസാണ്. സ്പീഡിൽ സാധാരണ ഞാൻ പത്തിൽ ചുടുവാണെങ്കിൽ ഇവിടെ തന്നെ നിന്നിട്ട് പത്തിലങ്ങ് ചുട്ടെടുക്കലാണ്. ഇത് ഞാൻ
എല്ലാ പണികളും ഇടയിലെ കൂടി ചെയ്യുന്നുണ്ട്. അങ്ങനെ ആകുമ്പല്ലേ പെട്ടെന്ന് എന്താ പറയുക ഫുഡെല്ലാം റെഡി ആയിട്ട് കിട്ടുക. എനിക്കാണെങ്കിലല്ലേ മസാല ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഫുഡ് ഐറ്റംസ് എല്ലാം റെഡിയാക്കാൻ വേണ്ടിയിട്ട്. ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടങ്ങളായിരിക്കുമല്ലേ. ഞാനെല്ലാം കിച്ചണിൽ കയറി കഴിഞ്ഞാൽ വീഡിയോ എടുക്കാണ്ട് ചെയ്യുവാണെങ്കിലേ 5-10 മിനിറ്റ് കൊണ്ട് തന്നെ എൻ്റെ ഫുഡെല്ലാം ഞാൻ റെഡിയാക്കി എടുക്കും. കാര്യം എനിക്ക് അത്ര ഇഷ്ടമാണ്. പക്ഷേ വീഡിയോ എടുത്തിട്ട് നമ്മൾ ചെയ്യുമ്പം കുറച്ച് ടൈം എടുക്കും. അങ്ങനെ ഇതിപ്പോൾ ഞാൻ ഭയങ്കര സ്പീഡിൽ ചെയ്തെടുക്കുന്ന ഐറ്റംസാണ്. ഇനിയിപ്പോൾ ഇതാ ചിക്കന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അടച്ച് വെച്ച് ചിക്കന് കുക്കാക്കുകയാണെങ്കിൽ ഉൾഭാഗം പെട്ടെന്ന് കുക്കായിട്ട് വരും. ഇല്ലാന്നുണ്ടെങ്കിലും കുറച്ച് അധികം ഓയിൽ നമ്മൾ ഫ്രൈ ആക്കുകയാണെങ്കിലും പെട്ടെന്ന് തന്നെ കുക്കായിട്ട് കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ ഇതാ അടുത്ത ട്രിപ്പ് ചിക്കനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇക്ക പറഞ്ഞിട്ടുണ്ടായിനി കുറേയൊന്നും നീ ഉണ്ടാക്കണ്ട, നമ്മൾ 3 ആളല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിനി. എന്താ പറയുക 2 ഫ്രണ്ട്സും ഒക്കെ അങ്ങനെയുള്ളൂ, അതുകൊണ്ട് കുറേയൊന്നും ഉണ്ടാക്കിയിട്ട് വേസ്റ്റ് ആക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിനി. എന്നാലും നമുക്ക് ഉണ്ടാക്കണമല്ലോ, എത്തിയിട്ടില്ലെങ്കിലോ എന്നുള്ളൊരു ടെൻഷനാണ് എനിക്ക്. അതുകൊണ്ട് ഞാൻ കുറച്ച് അധികം തന്നെ ഉണ്ടാക്കലുണ്ട്. എന്നോടില്ലേ കമൻറ്റിൽ അധികം ചോദിക്കലുണ്ട് എന്തിനാ ഇത്രയും കടലക്കറിയെല്ലാം ഉണ്ടാക്കുന്നതെന്ന്. സത്യം പറഞ്ഞാലില്ലേ കുറച്ച് ഉണ്ടാക്കാമെന്നെല്ലാം വിചാരിക്കും, എന്നാൽ എൻ്റെ കണ്ണ് വലുതാ. എന്താ പറയുക കണ്ണ് വലുതാന്നെല്ലാം പറയുമല്ലോ, കുറേ ഉണ്ടാക്കണം. അത് ബാക്കി വന്നാലും സാരില്ല, ആർക്കെങ്കിലും കൊടുക്കാലോ, പെട്ടെന്ന് ആരെങ്കിലും വന്നാലോ, അങ്ങനെയെല്ലാം എനിക്ക് ടെൻഷനായിരിക്കും. അതുകൊണ്ട് ഞാൻ കുറച്ച് അധികം തന്നെ ഉണ്ടാക്കലുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പിറ്റേ ദിവസം അത് ചൂടാക്കി കഴിക്കുകയും ചെയ്യും കേട്ടോ, കളയൊന്നും ചെയ്യില്ല. മാക്സിമം അന്നത്തെ ദിവസം രാത്രി തന്നെ ആർക്കെങ്കിലും കൊടുത്തിട്ട് കൊടുക്കുകയും ചെയ്യും. അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കളയലില്ല. അങ്ങനെ ഇനിയിപ്പോൾ ഇതാ ഞാനില്ലേ നെയ്ച്ചോറ് ഉണ്ടാക്കലാണ്. നെയ്ച്ചോറ് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്ന തന്നെയല്ലേ. ഞാൻ 2 ടേബിൾ സ്പൂൺ ഗീ, എല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ, എല്ലാന്നുണ്ടെങ്കിൽ 2 മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഞാൻ 3 കപ്പ് അരിക്കാണ് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ 1 മുറി ഉള്ളിയിൽ ഒന്ന് ഗീയിൽ ഫ്രൈ ആക്കാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് 3 കപ്പ് അരിക്ക് 4.5 കപ്പ് വെള്ളം എന്ന അളവിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ടൈമാണ് ഉപ്പ് ചെക്ക് ചെയ്തത്. അപ്പോൾ ഉപ്പില്ല, അപ്പോൾ ഉപ്പ് ഒന്ന് തട്ടിക്കൊടുക്കലാണ്. ഉപ്പ് ഏതാ വാങ്ങലെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പിങ്ക് സാൾട്ടാണ് കേട്ടോ വാങ്ങൽ, ഇതാണ് വാങ്ങൽ. ഇതെന്നെ വാങ്ങൂല, ഏതാണ് അവിടെ കാണുന്നത് അങ്ങനെ നോക്കിയിട്ട് വാങ്ങലാണ്. ഇനിയിപ്പോൾ ഇതാ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വെറുതെ നെയ്ച്ചോറുണ്ടാക്കുമ്പോൾ ഞാൻ അതിലേക്ക് ക്യാരറ്റും കറിവേപ്പിലും ഇട്ട് കൊടുക്കും കുറച്ചധികം തന്നെ. ഇനിയിപ്പം ഞാൻ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് പരിചയപ്പെടുത്തി തരുന്ന ഒരു ഓൺലൈൻ ട്യൂഷൻ പ്ലാറ്റ്ഫോമാണ് ആൽബിഡോ. അപ്പോൾ അവരുടെ ട്യൂഷൻ്റെ ക്വാളിറ്റിനെ കുറിച്ചിട്ടെല്ലാം ഞാൻ ഇടയിൽ എൻ്റെ വ്ളോഗ്സിലെല്ലാം ഷെയർ ആക്കലില്ലേ. അപ്പം ഞാനില്ലേ ഇവരെ ക്ലാസ്സിൻ്റെ രീതി ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടായിനി, അത് നിങ്ങൾക്കും കൂടി ഷെയർ ആക്കാമെന്ന് വിചാരിച്ചു. കാര്യം അവരെ എന്താ പറയുക കുട്ടികൾ പഠിക്കുന്ന ടൈം അവർ അരുവത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് അട്രാക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മാത്സിലായാലും സയൻസിലാണെന്നെങ്കിലും കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു ട്രിക്ക് ഉണ്ട്, അതെനിക്ക് ഭയങ്കരമായിട്ട് അട്രാക്റ്റ് ചെയ്തിട്ടുണ്ടായിനി. അപ്പോൾ ആ ഒരു ഭാഗം ഞാൻ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിനി, നിങ്ങളും കൂടി കണ്ടോക്കാട്ടോ. ഒരു ന്യൂമറേറ്റർ ഉണ്ടാകും, ഒരു ഡിനോമിനേറ്ററും ഉണ്ടാകും. ന്യൂമറേറ്റർ ആണ് അപ്പർ സൈഡിലുള്ള പോർഷന്, ഡിനോമിനേറ്റർ ആണ് ലോവർ സൈഡിലുള്ള പോർഷന്. അപ്പോ ഈ ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിനേക്കാൾ വലുതാണ് എങ്കിൽ, എങ്ങനെയാണ് ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിനേക്കാൾ വലുതാണ് എന്നുണ്ടെങ്കിൽ ആ ടൈപ്സ് ഓഫ് ഫ്രാക്ഷൻസിനെയാണ് നമ്മൾ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. എന്താണ് ഇംപ്രോപ്പർ? പ്രോപ്പർ അല്ല. പ്രോപ്പർ എന്ന് പറഞ്ഞാൽ എന്താ, കറക്റ്റ് നമ്മൾ എങ്ങനെയാണോ പറയുന്നത് അതേ മെത്തേഡിൽ പോവുകയാണെങ്കിലാണ് നമ്മൾ പ്രോപ്പർ എന്ന് പറയാം അല്ലെ. സോ ന്യൂമറേറ്റർ ആണ് വലുത്, ഡിനോമിനേറ്റർ ആണ് ചെറുത് എന്നുണ്ടെങ്കിൽ ദാറ്റ് ടൈപ്സ് ഓഫ് ഫ്രാക്ഷൻസ് ആർ കോൾഡ് ഇംപ്രോപ്പർ, പ്രോപ്പർ അല്ലാത്ത ഫ്രാക്ഷൻ. അപ്പൊ എന്തായിരിക്കും പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്? പ്രോപ്പർ എന്ന് പറയുമ്പോ ന്യൂമറേറ്റർ ചെറുതും ഡിനോമിനേറ്റർ വലുതും ആയിരിക്കണം. മുകളിലത്തെ ആള് ചെറുതും താഴത്തെ ആള് വലുതും ആണെങ്കിൽ ദാറ്റ് ടൈപ്സ് ഓഫ് ഫ്രാക്ഷൻസ് ആർ കോൾഡ് പ്രോപ്പർ ഫ്രാക്ഷൻ. മനസ്സിലായല്ലോ? പ്രോപ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇംപ്രോപ്പർ പറഞ്ഞാൽ എന്താണ്. സോ അതിന്റെ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 1/2. 1/2 എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ 1 എന്താണ്, 2വിനേക്കാൾ ചെറുതാണ്. ഇപ്പം ആൽബിഡോ ട്യൂഷനെ കുറിച്ചിട്ട് ഞാൻ എപ്പോഴും പറയുന്നതാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിക്ക് വീണ്ടും ഷെയർ ആക്കുന്നതാണ്. ആൽബിഡോ ഒരു ഓൺലൈൻ ട്യൂഷൻ പ്ലാറ്റ്ഫോമാണ്. ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്ന രീതിയിലാണ് കേട്ടോ ഇവർ ക്ലാസ്സസ് കൊടുക്കുന്ന. KG മുതൽ +2 വരെയുള്ള കുട്ടികൾക്ക് ഇവർ ഓൺലൈനായിട്ട് ട്യൂഷൻ ക്ലാസ് കൊടുക്കും. പിന്നെ KGയിലെല്ലാം ഉള്ള കുട്ടികളാണെങ്കിൽ ഗൾഫിലെല്ലാം ആണെങ്കിൽ അവിടെ ചേർക്കാൻ പറ്റിയിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് വിഷമമൊന്നും വേണ്ട. കുട്ടികളെ നമുക്ക് ഓൺലൈനായിട്ട് പഠിപ്പിച്ചിട്ട് നാട്ടിലിപ്പം ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ ചേർക്കുകയാണെങ്കിൽ അതിനുള്ള
സർട്ടിഫിക്കറ്റ് എല്ലാം ഇവർ പ്രൊവൈഡ് ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ കുട്ടികൾക്ക് ഏതെങ്കിലും സബ്ജക്റ്റ് അറിയില്ല, ആ ഒരു ഫൗണ്ടേഷൻ ക്ലിയർ ആക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു സബ്ജക്റ്റ് മാത്രം സെലക്ട് ചെയ്തിട്ട് അങ്ങനെയും പഠിപ്പിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ അക്കാദമിക് ട്യൂഷനും കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇവരുടെ മെയിൻ പ്രത്യേകത വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചേഴ്സാണ് ക്ലാസ് എടുത്ത് കൊടുക്കുന്നത്. ടീച്ചേഴ്സിന് പുറമെ ഒരു മെൻറ്റേഴ്സും കൂടി ഉണ്ടാവും. ഒരു അസസ്മെൻറ്റ് ടെസ്റ്റെല്ലാം നടത്തിയിട്ടാണ് ഇവർ കുട്ടികൾക്ക് ഏതിലാണ് പ്രശ്നമെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇവർ കുട്ടികൾക്ക് ക്ലാസ് എടുത്ത് കൊടുക്കുന്നത്. വെറുതെ അങ്ങ് പാഠഭാഗങ്ങൾ പഠിപ്പിച്ചിട്ട് പോവാ എന്നതിൽ പുറമെ കുട്ടികൾക്ക് അത് മനസ്സിലാക്കി കൊടുത്തിട്ട് അതിൻ്റെ കണ്ടന്റ് മനസ്സിലാക്കിയിട്ടാണ് ഇവർ ക്ലാസ്സസ് കൊടുക്കുന്നത്. ഇന്ത്യയിൽ മാത്രമല്ല GCCയിൽ എല്ലാ കൺട്രീസിലും ഇവരുടെ ക്ലാസ്സസ് അവൈലബിൾ ആണ്. പിന്നെ ഇവരെ കുറിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിന്നിലും കമൻ്റ് ആയിട്ടെല്ലാം കൊടുക്കുക കേട്ടോ. നിങ്ങൾ ചെക്ക് ചെയ്തോ. നമ്മളെ കുട്ടികളുടെ ഭാവിയല്ലേ നമുക്ക് പ്രധാനം. നമ്മളെ കുട്ടികൾ പഠിക്കുന്നില്ല, അവർക്കൊന്നും മനസ്സിലാകുന്നില്ല, എക്സാമിന് റിസൾട്ട് ഇല്ല എന്നെല്ലാം നമ്മൾ പറയൂലേ. അപ്പോൾ അങ്ങനെയെല്ലാം പരാതിപ്പെടുന്ന പാരൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷനാണ് ആൽബിഡോ. നമുക്ക് ധൈര്യമായിട്ട് നമ്മളെ കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റിയ ഒരു നല്ല അടിപൊളി സ്ഥാപനം തന്നെയാണ് കേട്ടോ. അപ്പം നിങ്ങൾ ചെക്ക് ചെയ്തോ. ഇനിയിപ്പോൾ ഇതാ നമ്മൾ നെയ്ച്ചോറിന് വെള്ളം വെച്ച് കൊടുത്തിട്ടില്ലേ, അതിലേക്ക് ഞാൻ കറാമ്പ് പട്ട ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ക്യാരറ്റ് ചെറുതായിട്ട് കട്ടാക്കിയ ക്യാരറ്റും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു വെള്ളം നല്ലോണം തിളച്ച് വരണം. എന്നിട്ട് വേണം നമ്മൾ റൈസ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കഴുകിയിട്ട് ഊറ്റി വെച്ച റൈസും കൂടി ഇട്ട് കൊടുക്കണം. അതിന് മുമ്പായിട്ട് ഞാനിതാ 2-3 തണ്ട് കറിവേപ്പില ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില നെയ്ച്ചോറിൽ ഇടാത്തവരാണെങ്കിൽ ഇട്ട് നോക്ക്, നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പരിപ്പറി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. പരിപ്പറിയും നെയ്ച്ചോറും ചിക്കൻ ഫ്രൈയും ഭയങ്കര ടേസ്റ്റില്ല. ഇങ്ങനെ കറിവേപ്പിലയിലും ഇട്ട നെയ്ച്ചോറാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. പിന്നില്ലേ ഞാൻ പരിപ്പറിയും കൂടി ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുണ്ടായിനി, പക്ഷേ ഞാൻ പരിപ്പറി ഉണ്ടാക്കിയിട്ടില്ല. കാരണം വേണ്ട പരിപ്പറി ഉണ്ടാക്കണ്ടാന്ന് ഞാൻ പറയാം കേട്ടോ. ഇനിയിപ്പോൾ ഞാനില്ലേ റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ കൈമ റൈസാണ് വാങ്ങൽ. അത് നല്ല ഒരു ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നലുണ്ട്. എന്നിട്ട് അതിലേക്ക് ചെറുനാരങ്ങ പിഴിഞ്ഞ് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ബബിൾസ് വന്നു കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലാക്കിയിട്ട് അടച്ച് വെച്ച് കൊടുക്കുക, മിക്സ് ആക്കിയിട്ട്. ഇടയിലൊന്നും മിക്സ് ആക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് കുക്കായിട്ട് വരും. ഒരു 5-10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചാൽ തന്നെ കുക്കായിട്ട് വരും കേട്ടോ. ഇതുണ്ടില്ലേ അടിപൊളി ചിക്കൻ ഫ്രൈ ആണ്. ഇങ്ങനെ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും അറിയുന്ന തന്നെയായിരിക്കും. എന്നാലും ചിലർ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി കഴിഞ്ഞാലും വലിയ ടേസ്റ്റി ആയിട്ട് തോന്നലില്ല. അപ്പോൾ അങ്ങനെയെല്ലാം ഉള്ളവരാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി നോക്ക്. ചിലർക്ക് ഹോട്ടൽ ഫുഡ് മാത്രമായിരിക്കും ഭയങ്കര ഇഷ്ടം, വീട്ടിൽ എത്ര ഉണ്ടാക്കിയാലും ടേസ്റ്റ് ഇല്ല എന്നല്ലേ പറയാം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഇങ്ങനെ പറയുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വന്നിട്ടുണ്ട്. ചിക്കനും കാര്യങ്ങളെല്ലാം കഴുകി കിച്ചണ് ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ടായിന് കേട്ടോ, ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ടായിന്. എന്നിട്ട് പുട്ടിനെല്ലാം കുഴച്ച് വെച്ചിട്ടുണ്ടായിന്. ഇനിയിപ്പം പുട്ട് ചുട്ടെടുക്കലാണ്. പുട്ടെല്ലാം ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയുന്ന തന്നെയല്ലേ. നമ്മൾ പച്ചവെള്ളത്തിൽ കുഴച്ചിട്ട് ചുട്ടെടുക്കലാണ്. പുട്ട് പച്ചവെള്ളത്തിൽ കുഴച്ചിട്ട് അങ്ങനെ ചുട്ടെടുക്കലാണ് കേട്ടോ. പുട്ട് നനക്കുമ്പില്ലേ കട്ടകളൊന്നും ഇല്ലാണ്ട് നനച്ചെടുക്കാം. കുറച്ച് സമയം മുമ്പേ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഒന്ന് കുഴച്ചെടുക്കാൻ പറ്റും കേട്ടോ. തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുക്കറിന് മുകളിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കലാണ്. അപ്പോൾ പുട്ടും കൂടി റെഡിയാക്കലാണ്. പുട്ടും ചിക്കൻ കറിയെല്ലാം ഭയങ്കര ടേസ്റ്റാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ പുട്ട് ബീഫ് കറി എല്ലാം അടിപൊളിയല്ലേ. പിന്നെ ഞാനിതാ വായലയും കൂടി വായ ഇലയും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ടായിന് കേട്ടോ. പുട്ടിനൊരു നല്ലൊരു സ്മെല്ലുണ്ടാവും വായലയും കൂടി വെച്ച് കൊടുത്തതിനാൽ. ഞാൻ ആദ്യം വിചാരിച്ചത് ഗോതമ്പ് പുട്ട് ഉണ്ടാക്കാമെന്നാണ്. പിന്നെ വിചാരിച്ചു ഗോതമ്പ് പുട്ട് ഉണ്ടാക്കുമ്പം കുറച്ച് ടൈം എടുക്കും, അപ്പോൾ അവർ വരുന്ന ടൈം ആകുമ്പോഴേക്കും ആവില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു സാധാ അരി വെച്ചിട്ടുള്ള പുട്ട് തന്നെ ഉണ്ടാക്കുക, എന്നാലും സ്പീഡിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ പുട്ടും കൂടി ഓരോന്നായിട്ട് അങ്ങനെ റെഡിയാക്കി എടുക്കലാണ്. ഇതിൽ പുട്ട് ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇപ്പം ഗസ്റ്റിനെല്ലാം സെർവ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ സെർവ് ചെയ്യുമ്പം അടിപൊളിയായിരിക്കും കേട്ടോ. ഇങ്ങനത്തെ പുട്ട് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ പുട്ട് ഓരോന്നായിട്ട് ഇങ്ങനെ ചുട്ടെടുക്കലാണ്. എനിക്കില്ലേ ഇങ്ങനെ പുട്ട് ഉണ്ടാക്കുന്ന കാണാൻ ഭയങ്കര ഇഷ്ടമെന്നത് എന്താണെന്ന് എനിക്കറിയില്ല. അതുപോലെ തന്നെ കടലക്കറിയിലും കൂടുതൽ ഇഷ്ടം പുട്ട് ഇങ്ങനെ നേരിയ ബീഫ് കറി ഉണ്ടാവില്ലേ, വെള്ളം പോലത്തെ ബീഫ് കറി, അതും അല്ലാന്നുണ്ടെങ്കിൽ ചിക്കൻ കറി, അതെല്ലാം ഒന്നും എനിക്ക് കൂടുതൽ ഇഷ്ടം പുട്ടിൻ്റെ കൂടെ. ഇനിയിപ്പോൾ ഞാൻ പായസം റെഡിയാക്കി എടുക്കലാണ്. ഞാനില്ലേ പുഡിങ്ങൊന്നും ഉണ്ടാക്കിയിട്ടില്ല, പായസം ഒന്നും ഉണ്ടാക്കുന്നത്. അതിനായിട്ട് 1 കപ്പ് 250 ml കപ്പിൽ 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇതൊന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. ഷുഗർ കാരമൽ ഉണ്ടാക്കിയെടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട. ഈ ഒരു പഞ്ചസാര തന്നെ ഉരുക്കിയിട്ട് ഈ ഒരു കളറായിട്ട് കിട്ടും കേട്ടോ. ഇടയിൽ മിക്സ് ആക്കണ്ട. എന്നിട്ട് ഈ ഒരു കളറായിട്ട് കഴിഞ്ഞാലേ ഇതിലേക്ക് ഞാൻ 1 ലിറ്റർ പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ആദ്യം 1 ലിറ്റർ പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ടോട്ടലി ഞാൻ 1.5 ലിറ്റർ പാലെടുത്തിട്ടുണ്ടായിന്.
കാര്യം എന്താ പറയുക അപ്പുറത്തെ വീട്ടിലും കൂടി പായസം കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ചധികം തന്നെ ഉണ്ടാക്കലാണ്. എന്നിട്ടിതാ ഇത് അടിയിൽ ആ ഒരു ഷുഗറില്ലേ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവും, ഷുഗർ കാരമൽ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവും. കുറച്ച് ടൈം എടുക്കും കേട്ടോ മിക്സായിട്ട് വരാൻ വേണ്ടിക്ക്. അടിയിൽ പിടിച്ചിന്നൊന്നും ടെൻഷൻ അടിക്കണ്ട, മിക്സായിട്ട് വന്നോളൂ. ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. ആ ഒരു ടൈമിലെ പാനിലേക്ക് ഞാൻ കുറച്ച് ഗീ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കഷ്യൂനട്ടും കിസ്മിസും കൂടി ഇട്ട് കൊടുക്കുക, മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഞാൻ സേമിയ ഒന്ന് വറുത്തെടുക്കലാണ്. ഇത് വറുത്ത സേമിയ തന്നെയാണ്, പക്ഷേ ഒന്നുകൂടി ആ ഒരു ഗീയിൽ കിടന്നിട്ട് വറുത്തെടുക്കുമ്പം ഒരു ടേസ്റ്റ് കൂടും കേട്ടോ. പിന്നെ ഇങ്ങനെ നേരിയ സേമിയ ആകുമ്പോൾ ഒന്ന് കാണാൻ കുറച്ച് ഭംഗിയുണ്ടാവുക. എന്നിട്ടിത് ലോ ഫ്ലെയിമിൽ ഇതൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ പഞ്ചസാരയില്ലേ, ഷുഗർ കാരമലില്ലേ, അടിയിൽ നിന്ന് നല്ലോണം മെൽറ്റായിട്ട് കളറെല്ലാം ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ടാവും കേട്ടോ. പിന്നെ ആദ്യമായിട്ടെല്ലാം ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് ടെൻഷൻ ആയിരിക്കും, ഇതാ അടിയിൽ പിടിച്ചിട്ടുണ്ട് എന്നെല്ലാം വിചാരിക്കും. അങ്ങനെ ഒന്നും ടെൻഷൻ വേണ്ട, മിക്സ് ആക്കുമ്പം തന്നാൽ അത് അലിഞ്ഞു വരും കേട്ടോ. പാലൊന്ന് ചൂടാകുന്ന ടൈം ആകുമ്പോഴേക്കും അത് മെൽറ്റായി വരും. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുക. നമ്മളിപ്പം പഞ്ചസാര കാരമലൈസ് ചെയ്തെടുത്തിട്ടില്ലേ, അപ്പം വേണമെന്നുണ്ടെങ്കിൽ മാത്രം മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുക. മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്തതിനാൽ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും. ഇനിയിപ്പോൾ ഇത് ആ ചൊവ്വരിയിൽ ഞാനൊരു 10-15 മിനിറ്റ് വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് കുക്കറിൽ 2 വിസിൽ വരെ വേവിച്ചെടുത്തതാണ്, അതിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിതാ ഇതിലേക്കില്ലേ സേമിയയും കൂടി, വറുത്ത് വെച്ച സേമിയയും കൂടി ഇട്ട് കൊടുക്കുക. എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. നമ്മൾ സാധാ സേമിയ ഉണ്ടാക്കുന്നതിലും ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഇത് ഇങ്ങനെ ഉണ്ടാക്കുമ്പം. ഇനിയിപ്പോൾ ഇതാ ഇതിന് മുകളിലായിട്ട് ഞാനില്ലേ സാഫ്രോണ് കുങ്കുമം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏലക്ക, എല്ലാന്നുണ്ടെങ്കിൽ വനില എസൻസ് ഉണ്ടാവില്ലേ, അത് അത് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് തിളപ്പിച്ചെടുക്കുക. ഇതിപ്പം നല്ല ലൂസായിട്ടാണ് ഉണ്ടാവുക. ഞാൻ പറഞ്ഞിട്ടില്ലേ നമ്മളിപ്പം 1 ലിറ്റർ പാലാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത്. ഇതിപ്പം ഒന്ന് തണിയുമ്പോൾ ഒന്ന് സെറ്റായിട്ട് കുറുകി വരും. അപ്പം അതിലേക്ക് ബാക്കിയുള്ള 1/2 ലിറ്റർ പാലും കൂടി ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ നല്ല ഭംഗിയാണ് ഇത് കാണാൻ വേണ്ടിക്ക്, ഒരു പ്രത്യേക ടേസ്റ്റുമാണ്. അപ്പോൾ ഇതാ എല്ലാം കൂടി നല്ലോണം തിളച്ച് കഴിഞ്ഞാൽ ഓഫ് ചെയ്യുക. എന്നിട്ട് നമ്മൾ സെർവ് ചെയ്യാൻ പോകുന്ന ടൈം ഉണ്ടാവില്ലേ, ആ ഒരു ടൈം ആകുമ്പോഴേക്ക് ഇതൊന്ന് സെറ്റാവും. അപ്പോൾ നമ്മൾക്ക് നമുക്കിതിലേക്ക് വീണ്ടും പാൽ ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി എടുക്കാം. ഇനിയിപ്പോൾ അതെല്ലാം റെഡിയായി. ഞാനിപ്പോൾ പത്തിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുക, തേങ്ങാപ്പാൽ മുക്കി കൊടുക്കലാണ്. സാധാരണയില്ലേ നമ്മൾ ചിലപ്പം തേങ്ങാപ്പാൽ അങ്ങനെ തന്നെ വെച്ച് കൊടുക്കും, ടേബിളിൻ്റെ സെർവ് ചെയ്യുമ്പം വെച്ച് കൊടുക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ മുക്കിയിട്ടും പ്ലേറ്റിൽ സെർവ് ചെയ്യും കേട്ടോ. ഇങ്ങനെ മുക്കുവാണെങ്കിൽ കുറച്ച് ടൈം ആകുമ്പോഴേക്കും പത്തിൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടൂലേ, അങ്ങനെ. അപ്പോൾ ഇതാ കുറച്ച് വായില വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന് മുകളിലായിട്ട് തേങ്ങാപ്പാലിൽ മുക്കിയ പത്തിലും കൂടി വെച്ച് കൊടുക്കലാണ്. നല്ല ടേസ്റ്റാണ്. എൻ്റെ കാക്കലില്ലേ ഇങ്ങനെ പത്തിൽ ചുടുവാണെങ്കിൽ തേങ്ങാപ്പാലിലും കറിൻ്റെ ആവശ്യമില്ല, ഇങ്ങനെ തേങ്ങാപ്പാലിൽ മുക്കിയ പത്തിൽ മാത്രം മതി. എന്നാലും നമ്മളെ വീട്ടിലാണെങ്കിലേ ഇങ്ങനെ തേങ്ങാപ്പാലിൽ മുക്കിയ പത്തിലിന് ഇവിടെ ഇങ്ങനെ തേങ്ങക്കറി ഇല്ലാന്നുണ്ടെങ്കിൽ ബീഫ് കറി അതെല്ലാം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ നേരെ പത്തിലാകുമ്പം കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും. പെട്ടെന്ന് അതിൻ്റെ ഉള്ളിൽ ആ ഒരു നല്ല പൊങ്ങിയ പത്തിലല്ലേ, അതിൻ്റെ ഉള്ളിലെല്ലാം തേങ്ങാപ്പാൽ കുടിച്ചിട്ട് നല്ലൊരു ടേസ്റ്റി ആയിരിക്കും. ഉണ്ടാക്കാത്തവരുണ്ടാക്കി നോക്കിക്കോ, എല്ലാവർക്കും അറിയുന്ന തന്നെ ആയിരിക്കും. എന്നാലും നമ്മൾ പണ്ട് കാലങ്ങളിലെ കണ്ണൂർ സ്പെഷ്യൽ പുതിയാപ്ല റെസിപ്പി ആയിട്ട് കാണുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. പിന്നെ ചില വീടുകളിൽ കറി ഉണ്ടാക്കാണ്ട് രാവിലെ ഇങ്ങനെ പത്തിലും തേങ്ങാപ്പാലും മാത്രം ഉണ്ടാക്കും. ഇത് ആ ചൂടുള്ള പത്തിൽ തേങ്ങാപ്പാൽ അങ്ങനെ മുക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് വായലയും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. വായല വെച്ച് കൊടുത്തതിനാലില്ലേ തേങ്ങാപ്പാലും പത്തിരിയും ആ ഒരു വായലിൻ്റെ ഒരു സ്മെല്ലും എല്ലാം ആയിട്ട് ഭയങ്കര വേറെ തന്നെ ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. എന്നിട്ട് ഇതാ ലാസ്റ്റ് ഞാൻ ഇതിന് മുകളിലായിട്ട് കുറച്ചധികം തേങ്ങാപ്പാൽ തന്നെ ഒഴിച്ച് കൊടുക്കലാണ്. ഇത് പൊട്ടി വരൊന്നും ചെയ്യില്ല കേട്ടോ. നമ്മൾ കുറച്ച് കട്ടിയിലല്ലേ ചുട്ടെടുത്ത. ഇനിയിപ്പോൾ തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് കൊടുക്കലാണ്. ബാക്കിയുള്ള തേങ്ങാപ്പാലിലെ നമുക്കൊരു പ്ലേറ്റിൽ അങ്ങനെ സെർവ് ചെയ്ത് വെച്ച് കൊടുക്കുക. അങ്ങനെ ആകുമ്പില്ലേ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ കറിൻ്റെ കൂടെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് കഴിക്കുമ്പം പ്ലേറ്റിൽ ആ ഒരു തേങ്ങാപ്പാലും കൂടി ഒഴിച്ചിട്ട് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഇനിയിപ്പോൾ ചിക്കനെല്ലാം ഞാൻ ഒന്ന് റെഡിയാക്കി വെക്കലാണ്. അപ്പം ചിക്കൻ്റെ കാര്യം എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ടിതാ പായസം ഒഴിച്ചു കൊടുക്കലാണ്. ഇത്രയധികം പായസം എന്തായാലും വേണ്ട. അപ്പോൾ ഞാൻ കുറച്ച് ഇങ്ങനെ പായസം ഉണ്ടാക്കും, പുഡിങ്ങെല്ലാം ഉണ്ടാക്കും, ഞാൻ കുറച്ചധികം ഉണ്ടാക്കും, ആർക്കെങ്കിലും കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇതാ ഞാനില്ലേ ഒന്ന് തിക്കായിട്ട് വന്നേരം ഇതിലേക്ക് ബാക്കിയുള്ള 1/2 ലിറ്റർ പാലും കൂടി വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റാണ്. ഇതുപോലെ തന്നെ മിൽക്ക് മെയ്ഡ് വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം. ടോഫി ആ ഒരു ടൈപ്പിൽ മിൽക്ക് മെയ്ഡ് ചെയ്തെടുത്തിട്ട് ആ ഒരു പായസം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അതും നല്ല ടേസ്റ്റാണ്. പിന്നെ ഞാനിപ്പം 1.5 ലിറ്റർ പാലിന് 1 കപ്പ് പഞ്ചസാരയല്ലേ ഒരു കപ്പ് പഞ്ചസാരയല്ലേ ഒഴിച്ചു കൊടുത്തേ. പക്ഷേ ഞാനിപ്പോൾ കുറച്ച് മധുരം മാത്രമേ ആക്കിയിട്ടുള്ളൂ. നിങ്ങൾക്ക് കുറച്ചധികം മധുരമെല്ലാം വേണ്ടവരാണെങ്കിൽ കുറച്ചധികം മധുരത്തിൽ ചെയ്തെടുക്കാം കേട്ടോ. കാര്യം
ആണുങ്ങന്മാരാകുമ്പം അധികം മധുരം വേണ്ടാത്തവരാണെങ്കിലോ എന്ന് ഞാൻ വിചാരിക്കും. അതുകൊണ്ട് ഞാൻ കണക്കായ മധുരം മാത്രമേ ഇട്ട് കൊടുക്കൂ. അധികം അങ്ങനെ മധുരം ഇട്ട് കൊടുക്കില്ല, പഞ്ചസാര ഇട്ട് കൊടുക്കില്ല. ഇനിയിപ്പോൾ ഇതാ ഞാൻ പായസമെല്ലാം ഒന്ന് റെഡിയാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഭംഗിയല്ലേ കാണാൻ വേണ്ടിക്ക്. ഇനിയിപ്പോൾ ഇതാ നമ്മുടെ കറിയും കൂടി വിളമ്പിയെടുക്കലാണ്. ഈ ഒരു കറി ഉണ്ടെങ്കിലേ വേറൊരു കറിൻ്റെ ആവശ്യമില്ല. പാർട്ടിയിൽ നമ്മൾ ഈ ഒരു കറി മാത്രം ഉണ്ടാക്കിയാൽ മതി. ഇതെൻ്റെ ഒക്കെ പറഞ്ഞൊരു കാര്യം കേട്ടോ. ഞാനില്ലേ പരിപ്പറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിന്. നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പം നല്ല ടേസ്റ്റി ആയിരിക്കില്ലേ നെയ്ച്ചോറിൻ്റെ കൂടെ പരിപ്പറിയും ചിക്കൻ ഫ്രൈയും കഴിക്കാൻ വേണ്ടിക്ക്. നെരിക്കായിരുന്നു നീ ഈ കറിയാണ് ഉണ്ടാക്കി, നീ കറി ഉണ്ടെങ്കിൽ പിന്നെ വേറൊരു കറിയും വേണ്ട. ഞാൻ പറഞ്ഞ പുട്ടും നെയ്ച്ചോറും എല്ലാം ഇല്ലേ, അപ്പോൾ കറി വേണ്ടേന്ന് പറഞ്ഞു. വേണ്ട, ഇത് അടിപൊളി ടേസ്റ്റിലെ കറിയല്ലേന്ന്. ഇത് നിങ്ങൾ കാണുന്ന പോലെ തന്നെ അത്രയും ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. നമ്മളെ കണ്ണൂർ ട്രഡീഷണൽ ആയിട്ടുള്ള കറിയാണ്. കണ്ണൂർ എല്ലാവരുടെ വീടുകളിലും ഇത്രയും ടേസ്റ്റിയുള്ള കറി ഒന്നും എനിക്കറിയില്ല. പക്ഷേ ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളെന്തായാലും ഉണ്ടാക്കി നോക്കിക്കോ. മുളകൊന്നും ചുവക്കാത്ത, എല്ലാന്നുണ്ടെങ്കിൽ തേങ്ങ വറുത്ത ഒരു കുത്തുന്ന സ്മെല്ലില്ലാത്ത, എല്ലാം ബാലൻസ് ആയിട്ട് എല്ലാ ടേസ്റ്റും ഒത്തൊരുമയിലുള്ള ഒരു പ്രത്യേക വായിലിട്ട് കഴിഞ്ഞാൽ നമ്മളെ മുഖത്തേക്ക് നോക്കും ആൾക്കാർ. അത്രയും അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. ഞാനിത് വെറുതെ തള്ളി വിടുന്നതെന്നല്ല, സ്വയം പൊക്കിയൊന്നുമല്ല കേട്ടോ. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് എന്തായാലും കമൻറ്റ് ചെയ്യാം. അത്ര അടിപൊളിയാണ്. പിന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്തെടുത്താൽ മാത്രമേ ഇത്രയും ടേസ്റ്റ് ആയിട്ടുള്ള കറി ഉണ്ടാവും. ഞാൻ അങ്ങനെ പറയുമ്പം ചിലരെങ്കിലും പറയും നമ്മളും ഇതുപോലത്തെ കറി തന്നെ ഉണ്ടാക്കലുണ്ട് എന്ന്. പക്ഷേ ഇല്ലേ നമ്മൾ കറി ഉണ്ടാക്കുമ്പില്ലേ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എല്ലാവരും തേങ്ങക്കറി ഉണ്ടാക്കും. പക്ഷേ ഇല്ലേ തേങ്ങക്കറി നമ്മൾ ഉണ്ടാക്കുമ്പില്ലേ തേങ്ങ അരച്ച കറി ഉണ്ടാക്കുമ്പോൾ ഉള്ളിൻ്റെ അളവ് എപ്പോഴും കുറക്കണം. തക്കാളിൻ്റെ അളവായിരിക്കണം കൂടുതൽ വേണ്ടത്. അങ്ങനെ ആകുമ്പില്ലേ എന്താ പറയുക, നമ്മൾ സ്ഥിരമായിട്ടൊരു കറി ഉണ്ടാക്കുമ്പം അത് ഭയങ്കര ടേസ്റ്റാണെന്ന് നമുക്ക് തോന്നും. എന്നാൽ വേറൊരു വീട്ടിൽ പോയിട്ട് ഭയങ്കര ടേസ്റ്റിലെ കറി കൂട്ടുമ്പോൾ വിചാരിക്കും നമ്മളത് അറിയൊന്നും അല്ലാന്ന്. അങ്ങനെ അപ്പം ഇങ്ങനത്തെ ഒരു കറി ഉണ്ടാക്കി നോക്ക്. ഞാനിപ്പം ഒരു ഉള്ളിയല്ലേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അങ്ങനെ അതുപോലെ എന്താ പറയുക 3-4 തക്കാളി അങ്ങനെയാണ് ചെയ്തെടുത്തത്. പിന്നെ ചെറുനാരങ്ങ പിയ്യാൻ പാടില്ല കേട്ടോ തേങ്ങക്കറി ആകുമ്പം. അങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്കാത്തവർ ചെയ്ത് നോക്ക്. നിങ്ങൾ ഗ്രീൻ പീസ് കറിയെല്ലാം ഏറ്റെടുത്ത പോലെ ഈ ഒരു കറി ഏറ്റെടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഗ്രീൻ പീസ് കറീൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടില്ലേ എൻ്റെ വീട്ടിൽ ഒരാൾ ഫുഡ് കഴിക്കാൻ വന്നു. അപ്പം എന്താ പറയുക, ആരാന്നൊന്നും ഞാൻ പറയുന്നില്ല, ഒരാളെ കൂട്ടാൻ വന്ന്. അപ്പോൾ ആളോട് എൻ്റെ ഉമ്മാറിന് ഫുഡ് കഴിക്കുന്നോന്നും എന്താ ഉള്ളതെന്ന് ചോദിച്ചു. ഗ്രീൻ പീസ് കറിയാന്ന് പറഞ്ഞു. അന്നേരം എന്നാൽ തന്നേന്നുള്ള രീതിയിലാണ് കഴിക്കാൻ കഴിഞ്ഞ. എന്നിട്ട് പിന്നെ പോയാലിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്രീൻ പീസ് കറിക്ക് ഇത്രയും ടേസ്റ്റ് ഒന്നും ഞാൻ വിചാരിച്ചിട്ടില്ലാന്ന്. അപ്പോൾ എല്ലാവരും എല്ലാ കറികളും ഉണ്ടാക്കും. പക്ഷേ ഇല്ലേ നമ്മൾ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ശ്രദ്ധിക്കുകയാണെങ്കിൽ മാത്രമാണ് അത് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് ഭയങ്കര ടേസ്റ്റ് ആയിട്ട് മാറാം. ഫുഡ് ഉണ്ടാക്കലൊരു കലയാണ്. അത് നമ്മൾ ആസ്വദിച്ച് ചെയ്യണം. അങ്ങനെ ആകുമ്പം ഓരോരോ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യണം. അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ കഴിക്കുന്നവർക്ക് അത് ഭയങ്കര ടേസ്റ്റ് ആയിട്ട് തോന്നൂല. എല്ലാം കൂടി വയറ്റാണ്ട്, ഞാൻ എപ്പോഴും പറയലല്ലോ ഉള്ളിയെല്ലാം നല്ലോണം കുക്കായിട്ട് വന്നു കഴിഞ്ഞാൽ വേറെ തന്നെ ടേസ്റ്റ് ആയിരിക്കും. എല്ലാം വയറ്റാണ്ട് അങ്ങനെ തന്നെ എല്ലാ ഐറ്റംസും അതിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ടേസ്റ്റ് കുറച്ച് കുറയും. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ നമ്മൾ ക്ഷമയോടെ ചെയ്യുകയാണെങ്കിൽ അത് പെർഫെക്റ്റ് ആയിട്ട് മാറും. ഇനിയിപ്പോൾ എല്ലാം റെഡിയായി. പിന്നെ ഞാൻ ഇടയിൽ പ്ലേറ്റിൽ സെർവ് ചെയ്തിട്ടില്ലേ ആ ഒരു കറിൻ്റെ ഭംഗി നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. കാര്യം ഇത് ഞാൻ ടേബിളിൻ്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്കത് വീഡിയോ എടുക്കാനൊന്നും കഴിയില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് തന്നെ എല്ലാം വീഡിയോ എടുത്തിട്ട് അങ്ങനെ കൊണ്ടുവെക്കാണ്. പിന്നെ അപ്പുറം കൊണ്ടുവച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അങ്ങനെ വീഡിയോ എടുക്കാൻ നിൽക്കില്ല. അപ്പോൾ എല്ലാം റെഡിയായി, എല്ലാവരും വന്നു. അൽഹംദുലില്ലാ അവർക്കെല്ലാവർക്കും ഫുഡ് ഇഷ്ടമായിട്ടുണ്ടായിന്. പ്രത്യേകിച്ച് നമ്മൾ നാടൻ ഫുഡ് എന്നെല്ലാം പറയുമ്പം എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഐറ്റംസ് അല്ലേ. നമ്മൾ ബിരിയാണി, പിന്നെന്താ മക്രോണി, അല്ലാന്നുണ്ടെങ്കിൽ പാസ്ത, അങ്ങനത്തെ പിസ്സ, അങ്ങനത്തെ എല്ലാ ഐറ്റംസ് കഴിക്കുന്നതിലും എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണ് ഈ ഒരു പാലുമുക്കിയ പത്തിരി, പുട്ട്, ചിക്കൻ കറി, അല്ലാന്നുണ്ടെങ്കിൽ ബീഫ് കറി, പായസം, അതെല്ലാം കഴിച്ചാൽ തന്നെ അടിപൊളിയായിരിക്കും. ഇതിപ്പം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഡിന്നറായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഡിന്നറായിട്ട് ഉണ്ടാക്കാം. അങ്ങനെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ബൈ.